ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് കൃഷിയൊന്നുമല്ല കേട്ടോ. ഈ ഇല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ തൊടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഇല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ട് കറി വെച്ചാൽ. അപ്പം ഞാനിന്നതാ ഈ ഇല എടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ കൂട്ടാൻ. അപ്പം ഞാനിതാ എല്ലാതിൻ്റെ തലയും പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മളെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഇല. നല്ല ചൊറിച്ചിലുണ്ടാവും കേട്ടോ കയ്യുമ്മ തട്ടിയാൽ. പക്ഷെ ഇത് നമ്മൾ കൂട്ടാൻ വെക്കുക കറി വെക്കുകയും ചെയ്താൽ യാതൊരു ചൊറിയോ ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കയ്യുമ്മ കേട്ടോ. അല്ലെങ്കിൽ വല്ല കവറോ എന്തെങ്കിലും കെട്ടിയിട്ട് വേണം കേട്ടോ ഇത് മുറിച്ചെടുക്കാൻ. കയ്യുമ്മ തട്ടിയാൽ നല്ല ചൊറിച്ചിലുണ്ടാവും കുറേ സമയം. ഞാനിതാ കയ്യുമ്മ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെയൊക്കെ തലത് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ അത് പാകത്തൊരു വലുപ്പമായിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ തൊടിയിലൊക്കെ ഇത് ഈ സാധനം. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ. കുറേ മുന്നുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നല്ല രസമുണ്ടായിരുന്നത്. അങ്ങനെയാണ് എനിക്ക് പഠിഞ്ഞത് കേട്ടോ. ഉമ്മയൊക്കെ എപ്പോഴും ഇത് ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞാനിതാ പൊട്ടിച്ച് കൊടുന്നു കേട്ടോ. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതാ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലോണം അതൊന്ന് കഴുകി എടുക്കട്ടോ. നമ്മൾ മണ്ണൊക്കെ ഉണ്ടാവും. ഇതിമ്മ മണ്ണൊന്നുമില്ല കേട്ടോ. അതുമല്ല പൊന്തയിലായതുകൊണ്ടേ അല്ലാതെ മണ്ണൊന്നുമില്ല. എന്നാലും നല്ല വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ മതി. ഇത് കഴുകിയതാ ഒരു പാത്രത്തിൽ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഇല നുള്ളി എടുക്കണം. ഇതാ ഞാൻ ഓരോ ഇലയും പൊട്ടിച്ചെടുത്തത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടാത്തോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കും. ഇങ്ങനെ ഇത് ഉണ്ടാക്കട്ടോ. ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും 2 ഉള്ളി കയ്യിലിട്ട് ഇതാ മൂപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിക്ക് നമ്മൾ ഈ ഇല ഇട്ടെടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് അതിലിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്നിട്ട് വഴറ്റണം കേട്ടോ ഈ ഇല. അപ്പോൾ നല്ലോണം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളവും പറന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ കേട്ടോ. ഇങ്ങനെ ഉള്ളി ഇട്ട് തൂമിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ പറന്ന് കൊടുത്താലും മതി. എന്നാലും നല്ല രസമാണ്. അതാ എൻ്റെ കറി ഇതാ ഇങ്ങനെയായിട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി. ഇതൊന്ന് കൂട്ടി വെക്കണേ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.